ശ്രീ സർ നമസ്കാരം. കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദ് ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ചില പരാമർശങ്ങളാണ് ക്ഷമയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ആ വിഭാഗത്തിൽ വരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഷമാ മുഹമ്മദ് ഈ പറയുന്ന പോലെ രോഹിത് ശർമ്മയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു, സംസാരിച്ചിരുന്നു. ക്ഷമയ്ക്ക് തീരെ ക്ഷമയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പറ്റി തന്നെ അവർ ഏതൊരു പട്ടിക്കും ഒരു സമയം വരും എന്നൊക്കെ അതൊരു പക്ഷേ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ടങ് സ്ലിപ്പ് കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെ പറയപ്പോഴും വലിയ ട്രോളിനൊക്കെ അവർ വിധേയമായിരുന്നു. പക്ഷേ ഒരു രാജ്യത്തെ സംരക്ഷിച്ചൊക്കെ അല്ലെങ്കിൽ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ശത്രു രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഇവർ ശ്രദ്ധിക്കേണ്ടതല്ലേ? പ്രധാനമായും ഒരു കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിരിക്കുന്ന ഇവർ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ തീരെ ചെലുത്തുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പാർത്ഥൻ നമസ്കാരം. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാലയളവ് വരെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. പണ്ട് കാലത്തുള്ള സിനിമകളിലൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളുടെ പേരിൽ മാത്രം ഉണ്ടാക്കുന്ന തമാശകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല നടന്മാരെയും കൊടക്കമ്പി, തടിയൻ എന്നിങ്ങനെയൊക്കെ പറയുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ നാട്ടിലെ സ്കിറ്റുകൾ, മിമിക്സ് പരേഡ് എന്ന രീതിയിലത്തേക്കുള്ള പരിപാടികൾ, ഇതൊക്കെ തന്നെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് ആൾക്കാർക്ക് ഇന്നുള്ള അത്രയോളം ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ചിന്തയും മറ്റും ഒരുപക്ഷെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അന്ന് ഇതൊക്കെ തന്നെ വളരെ സ്വാഭാവികമായിട്ട് ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നമ്മളൊക്കെ തന്നെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശാരീരിക പ്രത്യേകതകൾ കൊണ്ടാണ് ആൾക്കാർക്ക് പലപ്പോഴും വട്ടപ്പേര് തന്നെ ഇടുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പക്ഷേ നോർമലൈസ്ഡ് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനൊക്കെ ഇരയാക്കപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഒരു കാലത്തേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരാളിനെ ബോഡി ഷെയിം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ ഈ സ്റ്റേജ് ഷോകളിലായിക്കോട്ടെ, സിനിമകളിലായിക്കോട്ടെ, സ്കിറ്റുകളിലായിക്കോട്ടെ ഒക്കെ തന്നെ ശരീരത്തിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ തന്നെ കുറേയധികം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ചിലപ്പോൾ ചിലരുമായി ബന്ധപ്പെട്ട്, ചില കഥാപാത്രങ്ങളുമായി, ചില സന്ദർഭങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ രീതിയിലത്തേക്കൊക്കെ തന്നെ ഇന്നും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതൊക്കെ തന്നെ വ്യാപകമായിട്ട് വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് തന്നെ ബോഡി ഷേവിങ്ങിൻ്റെ പേരിലാണ് വലിയ രീതിയിലത്തേക്കുള്ള വിവാദമുണ്ടാവുകയും കോടതി കേസും പോലീസ് കേസും ഒക്കെയായി അത് മാറുകയും ചെയ്തതെല്ലാം എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, പ്രത്യേകിച്ച് വൺ ഡേയിൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലിമിറ്റഡ് ഓവേഴ്സിൽ പൊതുവേ വളരെ മികച്ച പെർഫോമൻസാണ് നമ്മുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവിടെ ഒരു അൺഡിസ്പ്യൂട്ടഡ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് രോഹിത് ശർമ്മയ്ക്കുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ടെസ്റ്റ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഓസ്ട്രേലിയയിൽ പോയി അവിടെ ഒരു പരാജയമുണ്ടായി. അതിന് തൊട്ട് മുമ്പ് ന്യൂസിലൻഡ് ഇവിടെ വന്നിരുന്നപ്പോൾ നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ പോലും നമുക്ക് ആ പരമ്പര കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അങ്ങനെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കാനുള്ള അവസരം പോലും നമുക്ക് ഈ 2 സീരീസ് പോയതോടുകൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ സമയത്ത് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടിയിരുന്ന രോഹിത് ശർമ്മ പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. 2 രീതികളിൽ, ഒരു ബാറ്റർ എന്ന നിലയ്ക്കും അതേപോലെ തന്നെ അതിൽ ബാറ്റർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ടീമിന് അത്രത്തോളം സ്ഥിരത നൽകേണ്ടുന്ന അത്ര വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ബാറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹം പെർഫോം ചെയ്യാനായിട്ട് പരാജയപ്പെട്ടിരുന്നു. തന്നെയുമല്ല, ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും പിഴച്ചു പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യാത്ത ഒരു ബാറ്റർ എങ്ങനെ ക്യാപ്റ്റനായിട്ട് തുടരും തുടങ്ങിയ രീതിയിലത്തേക്കുള്ള വലിയ ചർച്ചയാണ് ആ പരമ്പരയിലെ അവസാന ടെസ്റ്റുകളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയമേവ ടീമിൽ നിന്ന് മാറി നിന്നതാണ്. അതായത് ഈ ടീമിൽ ഞാൻ കളിക്കുന്നില്ല, അതുകൊണ്ട് മറ്റൊരാളിനെ പകരം കളിപ്പിക്കൂ, മറ്റൊരാൾ ക്യാപ്റ്റൻസി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയമേവ ആ തീരുമാനമെടുക്കുകയും ആ തീരുമാനം മാധ്യമങ്ങളോട് സധൈര്യം പറയുകയും ചെയ്തിരുന്നയാളാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ആ ഒരു സമയത്ത് കരുതിയിരുന്നത് രോഹിത് ശർമ്മ ഫോമിലല്ല, അദ്ദേഹം നല്ല ക്യാപ്റ്റൻസി കാണിക്കുന്നില്ല, അപ്പോൾ അദ്ദേഹം മാറണം എന്ന രീതിയിലത്തേക്കുള്ള ചിന്ത പ്രകടിപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരുണ്ട്, നിരവധി ആൾക്കാർ ഉണ്ട്. നമ്മുടെയൊക്കെ തന്നെ ഒരുപക്ഷെ ചിന്ത ആ സമയത്ത് അങ്ങനെയായിരുന്നിരിക്കും. അതിനനുസരിച്ച് തന്നെ അദ്ദേഹം മാറി നിൽക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ തൻ്റെ കരിയർ അവസാനിച്ചിട്ടില്ല എന്നും താൻ തിരിച്ചു വരുമെന്നൊക്കെ തന്നെ അദ്ദേഹം ശുഭാപ്തി വിശ്വാസം അപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ പെർഫോമൻസ് നല്ല രീതിയിലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്ന സമയത്ത് നമുക്ക് വലിയ സാധ്യതകളുണ്ട്. നമ്മുടെ ടീം വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ അൺഎക്സ്പെക്റ്റഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഈ രീതിയിലത്തേക്കുള്ള വിമർശനം ഉണ്ടാകുന്നത്.
അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് തടി കൂടുതലാണ്. അപ്പോൾ അത് ഒരു സ്പോർട്സ് താരം എന്ന രീതിയിൽ അത് അദ്ദേഹത്തിന് ഭൂഷണമല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം മികച്ച ഒരു ക്യാപ്റ്റൻ അല്ല എന്ന രീതിയിലത്തേക്കുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട്, അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമല്ല, മറിച്ച് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളാണ്. പ്രൊഫഷണലി പല്ല് ഡോക്ടറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വിഷയത്തിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അത് വലിയ ആധികാരികതയോടുകൂടി പറയേണ്ടതുണ്ടോ, അതിന് ആ രീതിയിലത്തേക്കുള്ള വാർത്താ പ്രാധാന്യം നൽകേണ്ടതുണ്ടോ, അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് TMC അടക്കമുള്ള മറ്റു പാർട്ടികളുടെ ആൾക്കാർ ശ്രമിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തേത് അവരുടെ തന്നെ ചില ജസ്റ്റിഫിക്കേഷൻസ് ആണ്. അതായത് രോഹിത് ശർമ്മ ഈസ് ഫാറ്റ്, ഒരു സ്പോർട്സ് പേഴ്സൺ അങ്ങനെ ഫാറ്റ് ആകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഷമ മുഹമ്മദ് അടക്കമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, ഒരു കായിക താരം അയാൾ ഒരു ദേശീയ ടീമിൽ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് അതിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത്, വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കുറേയധികം ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട്. ഒരാളിൻ്റെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേയധികം ടെസ്റ്റുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട് യോയോ ടെസ്റ്റ് പോലെയുള്ള കുറേയധികം ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ കായികക്ഷമതയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ, അതല്ല എങ്കിൽ നിങ്ങളൊരു ഇഞ്ചുറിക്ക് ശേഷം വരികയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു മത്സരത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും ടീമിൽ വരികയാണ്, അങ്ങനെയുള്ള സമയത്തെല്ലാം തന്നെ കായികക്ഷമത ഈ ടെസ്റ്റ് വഴി തെളിയിക്കണം. അപ്പോൾ അത് കേവലം ഒരു ടെസ്റ്റ് മാത്രമല്ല, വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിരവധി ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റൊക്കെ പാസ്സായി വന്നിരിക്കുന്ന ആൾക്കാർ മാത്രമേ ദേശീയ ടീമിൽ കളിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാൾ ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് രോഹിത് ശർമ്മ എങ്ങനെ ഇരുന്നാലും, അതായത് നമ്മളീ പറയില്ലേ, ഈ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും അത് എലിയെ പിടിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ, രോഹിത് ശർമ്മയ്ക്ക് തടിയുണ്ടോ മെലിഞ്ഞിരിക്കുന്നോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഇപ്പോൾ നല്ല രീതിയിലത്തേക്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ, രോഹിത് ശർമ്മയുടെ റെക്കോർഡ് നമുക്കറിയാം, വളരെ മികച്ച രീതിയിലത്തേക്കുള്ള ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റ് റെക്കോർഡുള്ള ഒരു താരമാണ് അദ്ദേഹം. ക്യാപ്റ്റൻസി റെക്കോർഡ് എങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വണ്ണമുണ്ടോ, അദ്ദേഹം മറ്റുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ബൾക്കിയാണോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. അദ്ദേഹം എത്ര സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, എത്ര കളികളിൽ അദ്ദേഹം മികച്ച തുടക്കം നിങ്ങൾക്ക് തരുന്നുണ്ട്, എത്ര മികച്ച ക്യാപ്റ്റനായിട്ടുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ പറയുന്നത് പോലെ പെർഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി മെലിഞ്ഞിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എലിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരർത്ഥമുണ്ടോ? അപ്പോൾ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ വണ്ണമുള്ള ആൾക്കാരും വണ്ണം കുറഞ്ഞ ആൾക്കാരും ഒക്കെ നിരവധി ആൾക്കാരുണ്ട്. അതൊന്നും തന്നെ ഒരുപക്ഷെ അവരുടെ കായിക ക്ഷമതയെ ബാധിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ തന്നെ ഫിസിക്കൽ കണ്ടീഷനിങ് കോച്ചൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന പല ആൾക്കാരും പറയാറുണ്ട്, വിരാട് കോഹ്ലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ്. രോഹിത് ശർമ്മയെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ പുരുഷൻ്റെ ശരീരപ്രകൃതിയുള്ള ആളാണ്. പക്ഷേ ഈ രണ്ടുപേരും ഫിറ്റാണ്. എന്ന് വെച്ചാൽ അങ്ങനെ അത്ര ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 100 ഓവറുകൾ ഈ വലിയ ഹീറ്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് പുറത്ത് സർവൈവ് ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതാണ്ട് എല്ലാ സമയം ടീം ബോൾ ചെയ്യുന്ന സമയത്ത് ഫീൽഡിൽ നിൽക്കുന്നയാളാണ്. അപ്പോൾ അങ്ങനെ വലിയ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ സ്വയം സെറ്റ് ചെയ്തിട്ട് ഒരു കളിയിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ട്. അതല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ തീരുമാനമെടുക്കാനായിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്തതുപോലെ അല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ കണ്ടീഷനിങ്, അതിൻ്റെ ഫിറ്റ്നസ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരു ഭാഗത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പല ശാരീരിക ക്ഷമതയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിലെ പഴയ ക്രിക്കറ്റ് താരം അർജുന രണതുംഗ, അവരെ 1996 ലോകകപ്പ് ജയിപ്പിച്ച ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം നോക്കൂ, ഒരു ടിപ്പിക്കലായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്ററുടെയോ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ശ്രീലങ്കൻ ക്രിക്കറ്ററുടെയോ ശരീരമാണോ അദ്ദേഹത്തിൻ്റേത്? പക്ഷേ എത്ര കൺസിസ്റ്റൻ്റായി ഡെലിവർ ചെയ്യുന്ന ഒരു മിഡിൽ ഓർഡർ ബാറ്റർ ആയിരുന്നു അദ്ദേഹം. എത്രത്തോളം ക്ഷമതയാണ്, എത്രത്തോളം സസ്റ്റൈനബിലിറ്റിയാണ് അദ്ദേഹം ആ വാലട്ടക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ആ ടീമിന് കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കുക. പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻസമാം ഉൽ ഹക്ക് ഉണ്ട്. ഒരുപക്ഷെ ശാരീരിക ക്ഷമതയുടെ അല്ലെങ്കിൽ പെട്ടെന്ന് വിക്കറ്റിനിടയിൽ കൂടി ഓടുന്നതിൻ്റെ പ്രശ്നം കാരണം പലപ്പോഴും മറ്റുള്ള പല ബാറ്റർമാരെയും റണ്ണൗട്ട് ആക്കിയിട്ടുള്ള, സ്വയമേവ റണ്ണൗട്ട് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ബാറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് സെൻസ്, അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് അക്യൂമെൻറ്റ്, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് തുടങ്ങിയ കാര്യങ്ങൾ. ഓസ്ട്രേലിയയുടെ പഴയ ടെസ്റ്റ് ഓപ്പണറായിരുന്ന ഡേവിഡ് ബൂൺ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ടിപ്പിക്കൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്ററുടെ ശരീരഭാഷയുള്ള ആളല്ല. പഴയ ബോളറായിരുന്ന മെർവ് ഹ്യൂസ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് പല പല പ്രത്യേകതകളുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊക്കെ തന്നെ ക്രിക്കറ്റിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്നത് ക്രിക്കറ്റിംഗ് സ്കില്ലാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഋഷഭ് പന്തിൻ്റെ ശരീരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയിലുള്ള മറ്റൊരു ധ്രുവ് ജുറേലിനെ പോലെയുള്ള ഒരു വളരെ ഫിറ്റായിട്ടുള്ള ശാരീരിക ക്ഷമത നമുക്ക് തോന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്രിക്കറ്ററിനേക്കാൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്ന ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത് തൻ്റെ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ശരീരം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ച കീപ്പറായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അദ്ദേഹം പലപ്പോഴും നമ്മുടെ ടീമിൻ്റെ പരിഗണനകൾ വരുന്ന സമയത്ത് അദ്ദേഹം ഫിറ്റാണെങ്കിൽ നമ്പർ 1 കീപ്പർ അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം വൺ ഡേ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ മാറ്റി പകരം KL രാഹുൽ ക്രിക്കറ്റർ ആകുന്നത് തന്നെ ടീമിന് ഒരു ടീം ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്.
അത് വേണ്ടാത്ത സാഹചര്യങ്ങളിൽ നമ്പർ 1 കീപ്പറായിട്ട് പന്ത് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഒന്ന് പറയാനുള്ളത്, ഷമാ മുഹമ്മദിനൊക്കെ അഭിപ്രായം പറയേണ്ടുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പം ഡെന്റിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞേക്കും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ഒരുപക്ഷെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ വളരെ മികച്ച നേട്ടങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ടീമിൻ്റെ ക്യാപ്റ്റനെ നമ്മുടെ രാജ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ വളരെ മികച്ച പെർഫോമൻസ് കാണിച്ച, ഒരു മത്സരം പോലും തോക്കാതെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ദുർഘട സാഹചര്യത്തിനെയും തരണം ചെയ്ത് നമ്മൾ ജയിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ആ ടീമിനെ കുറ്റപ്പെടുത്തിയിട്ട് ഇയാൾ നല്ല ക്യാപ്റ്റൻ അല്ല, ആ ടീമിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലെത്തേക്ക്, ഈ ടീം ഡിസർവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ക്യാപ്റ്റനെ അല്ല, ഇയാൾക്ക് തടി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുക, മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക, അത് ടീമിന് മേൽ അനാവശ്യ സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യം ഒരുക്കുന്ന ആൾക്കാരോട് കോൺഗ്രസ് പാർട്ടി ദയവായി പറയണം, നിങ്ങളുടെ നാക്ക് വായിലിട്ട് മിണ്ടാതിരിക്കുക. നിങ്ങളല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടത്, അത് നോക്കേണ്ടുന്ന ആൾക്കാർ വേറെയുണ്ട്, അവർ സംസാരിച്ചോട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവരോട് കുറച്ചുകൂടി സംയമനം പാലിക്കാനായിട്ട് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ വഴിയെ പോയതിനും വയ്യാവേലിക്കും ഒക്കെ ആൾക്കാർ കയറി പിടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യമില്ല ഷമാ മുഹമ്മദിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങ് അവസാനിപ്പിച്ചത് തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കോൺഗ്രസ് ഒക്കെ വളരെ കൃത്യമായി, കോൺഗ്രസ് പോലുള്ള ദേശീയ പാർട്ടിയൊക്കെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയൊക്കെ ഇത്തരത്തിൽ അവരുടെ വക്താക്കളെയും അതുപോലെ അവരുടെ നേതാക്കളെയൊക്കെ അവരുടെ വാക്കുകളെ, അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ നിയന്ത്രിച്ചില്ല എങ്കിൽ, പറയേണ്ട രാജ്യ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് കോൺഗ്രസ് പാർട്ടിക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. നന്ദി പാർത്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.